Hello my dear students. So from the previous class we studied about different types of essential elements. Is it? Yes. അതുപോലെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ് എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്, അതെങ്ങനെയാണ് ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മൈക്രോബ്സ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസേഴ്സ്. മൈക്രോബ്സ് എന്ത് ഫെർട്ടിലൈസേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. And the microbial fertilizers are the substance that contain microorganisms. അതിൽ എന്ത് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൽ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദേ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അവരാണ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ പ്രസൻസ് ഓഫ് മൈക്രോബ്സ് enable increase in the soil factors which are essential for plant growth. പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സോയിൽ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യാനും മൈക്രോബിയൽ ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസെറ്റോബാക്ടർ, അസോസ്പൈറില്ലം ആൻഡ് aquatic plants like azolla can be used to increase nitrogen content in the soil. സോയിലിൽ നൈട്രജൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസാണ് റൈസോബിയം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അസെറ്റോബാക്ടർ, അസോസ്പൈറില്ലം. Okay, and here the three bacteria named Rhizobium, Azotobacter and Azospirillum ആണ് നമ്മുടെ സോയിലിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ്. ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ടുള്ള അസോളയും എന്ത് ചെയ്യുന്നുണ്ട്, സോയിലിൽ നൈട്രജൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്. നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് പറഞ്ഞാൽ ജീവാണുവളങ്ങൾ. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സോയിലിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ. നമ്മുടെ മണ്ണിൽ ജൈവവളങ്ങളുടെ അവൈലബിലിറ്റി എൻഷുവർ ചെയ്യണം. എന്തായാലും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അവൈലബിലിറ്റി സോയിലിൽ എൻഷുവർ ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ, പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. ഇറിഗേഷൻസ് മീൻസ് ജലസേചനം. ജലത്തിൻ്റെ ഒരു ലഭ്യത നമ്മൾ അവിടെ എന്തായിട്ട് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം പ്രോപ്പറായിട്ട്. ആൻഡ് ദ തേർഡ് വൺ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ഉള്ളൂ നമുക്ക് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ സോയിലിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് അതിൽ നിന്നൊരു ബെറ്റർ റിസൾട്ടും കിട്ടുന്നുള്ളൂ. ഓക്കെ, and the next one, what are the consequences of unscientific application of chemical fertilizers? അതായത് അതിൻ്റെ മലയാളം മീനിങ് എന്തെന്ന് വെച്ചാൽ അശാസ്ത്രീയമായിട്ട് വളപ്രയോഗങ്ങൾ നടത്തിയാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ, ദാറ്റ് മീൻസ് കോൺസിക്വൻസസ്, നമ്മുടെ സോയിലിനുണ്ടാകുന്ന എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓവറായിട്ട് യൂസ് ചെയ്താൽ ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇവിടെ 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 4 പോയിൻറ്റ്സും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഈസ് കമ്പോസിഷൻ ഓഫ് സോയിൽ, സെക്കൻഡ് വൺ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിൽ, and the third one health issues, and the fourth one financial factors. അതിൽ 4 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കമ്പോസിഷൻ ഓഫ് സോയിൽ. മണ്ണിൻ്റെ ഘടനയ്ക്ക് മണ്ണിൻ്റെ ഒരു കമ്പോസിഷൻസിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്താൽ? ഇറ്റ്സ് മണ്ണിൻ്റെ ഒരു ഫെർട്ടിലിറ്റി തന്നെ അവിടെ എന്ത് ചെയ്യാണ്, ലോസ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഓവറായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ സോയിലിൽ കാണപ്പെടുന്ന
ടൈനി മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓവറായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത്. സോ അവിടെ ആ ഒരു സോയിൽ കമ്പോസിഷൻ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, മണ്ണിലുള്ള ടൈനി മൈക്രോ ഓർഗാനിസംസ് നശിച്ചു പോയാൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ല, കാരണം നമുക്ക് നല്ലൊരു ഫെർട്ടിലിറ്റി ഉള്ള സോയിൽ അവിടെ കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ, മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എന്താണ് പറ്റുന്നത്? ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, വീഡിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് എക്സെട്ര adversely affect soil, nature and man also. Not only which destroy the pest and weed but also it which cause the destruction of useful organisms. അതായത് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമ്മുടെ സോയിലിൽ യൂസ് ചെയ്താൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നത് നാച്ചുറിനെയും സോയിലിനെയും ഈവൻ ഹ്യൂമൻ ബീങ്സിനെ വരെ അതെന്ത് ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിയിട്ട് എല്ലാത്തിനെയും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഓവർ യൂസേജ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും അതിനെ കോൺസിക്വൻസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ അതിലും ഒരു പോയിൻറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹെൽത്ത് ഇഷ്യൂസ്. നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നുണ്ട്. സോ അത് ഇൻ കേസ് ഓഫ് ബേഡ്സ് ആയിക്കോട്ടെ, ബേഡ്സിന് മാത്രമല്ല, അല്ലെങ്കിൽ ആ ക്രോപ്പിൽ കാണപ്പെടുന്ന ആ ഒരു ഈൽഡിൽ കാണപ്പെടുന്ന ആ ഒരു പെസ്റ്റിനോ അല്ലെങ്കിൽ അവിടെ കാണപ്പെടുന്ന ആ ഒരു ഓർഗാനിസത്തിന് മാത്രമല്ല നമ്മുടെ ഹ്യൂമൻസിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രമാണ് സോയിലിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഫെർട്ടിലിറ്റി ഫസ്റ്റൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും പിന്നെ മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി കപ്പാസിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സോ നമുക്ക് പിന്നെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കിട്ടാതെ വരികയും അവിടെ ഒരുപാട് ഫാമേഴ്സ് ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഹിയർ ദർ ആർ ദ മെയിൻ consequences of the usage of the chemical fertilizers in the soil. ആ 4 പോയിൻറ്റ്സും ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടു കൺട്രോൾ പെസ്റ്റ്. എങ്ങനെയാണ് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, is in pest infestations yet another important problem faced by our farmers. അതായത് കീടങ്ങളുടെ ആക്രമണമാണ് വേറെ നമ്മൾ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ക്രൈസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എക്സ്പ്ലോയിറ്റേഷൻസ് ബൈ മിഡിൽ മെൻ, ഫാൾ ഇൻ പ്രൈസ്, ക്രോപ്പിൻ്റെ ലോസ്, അതേപോലെ തന്നെ സ്പേസിൽ വരുന്ന ഇൻഅവൈലബിലിറ്റി, ഹെൽത്ത് ഇഷ്യൂസ്, എൻവിറോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ദിസ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഈസ് another important problem faced by our farmers. People generally apply chemical pesticides to overcome this. ഇതിന് വേണ്ടിയിട്ട് ഫാമേഴ്സ് എന്താണ്, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ തടയാൻ വേണ്ടിയിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. അപ്പോൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ ഒരു പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങൾ, ആ ഒരു ഈൽഡിൽ കാണപ്പെടുന്ന പെസ്റ്റ് ഫുള്ളായിട്ട് ടോട്ടലി അതെന്ത് ചെയ്യാണ്, ഇറ്റ്സ് ഡിസ്ട്രോയ്, വിച്ച് മീൻസ് നശിച്ചു പോകുകയാണ്. ഓക്കെ, ബട്ട് when the pest acquire resistance, the quantity of pesticides has to be increased. അതായത് ഇതിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കീടങ്ങൾ നന്നായിട്ട് അതിജീവന ശേഷി നേടുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണ്ടി വരും, ഇറ്റ്സ് പെസ്റ്റിസൈഡ്സിൻ്റെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ അതാർക്കാണ് ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുക, ഇറ്റ്സ് ആ ഈൽഡിലുള്ള എല്ലാ ഓർഗാനിസത്തെയും ഈവൻ ഹ്യൂമൻ ബീങ്സിന് വരെ അത് ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഓവർ യൂസേജ് വരുമ്പോൾ അത് എല്ലാവരെയും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, excessive application of chemical pesticides cause many environmental and health issues. Is it? Yes. Now read this newspaper report. Cancer patient told on the rise. Cancer patients ഒരുപാട് കൂടി വരുന്നുണ്ടെന്നാണ് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയുന്നത്.
തിരുവനന്തപുരം. The wide use of chemical pesticides is suspected to be an important reason for the increase in the number of cancer affected persons. അതായത് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഓവർ യൂസേജ് കാരണം ക്യാൻസർ പേഷ്യൻ്റ് ഡേ ബൈ ഡേ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The presence of pesticides identified in even groundwater has become a matter of great concern. അതായത് ഗ്രൗണ്ട് വാട്ടർ മീൻസ് നമ്മുടെ ഭൂഗർഭ ജലത്തിൽ വരെ പെസ്റ്റിസൈഡ്സിൻ്റെ ആ ഒരു അംശം കാണുന്നത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് മീൻസ് അത്രയും നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാവരെയും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, in this situation is to import to adopt pest control measures that are not harmful to our health and nature. ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ ഹെൽത്തിനും നാച്ചുറിനും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഹാംഫുൾ അല്ലാതെ ഒരു പേസ്റ്റ് കൺട്രോൾ മെത്തേഡ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യമാണല്ലോ? ഇറ്റ്സ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് IPM, otherwise called ഇൻ്റഗ്രേറ്റഡ് പേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, പേസ്റ്റ് ആൻഡ് ദെയർ നാച്ചുറൽ എനിമീസ്, കീടങ്ങളും അവരുടെ പ്രകൃതിദത്ത ശത്രുക്കളും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാവ് യു എവർ തോട്ട് ഓഫ് ദ ട്രമെൻഡസ് ഇൻക്രീസ് ഓഫ് സെർട്ടൈൻ പെസ്റ്റ്? നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും, ചില പെസ്റ്റ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതായത് അതിനെ ഭക്ഷണമാക്കുന്ന അവരുടെ ഇരകൾ എന്താണ്, നമ്മുടെ ഈ ഒരു എർത്തിൽ നിന്നും കുറഞ്ഞു വരുന്നതാണ് ആ പെസ്റ്റ് കൂടാനുള്ള കാരണം. ഓക്കെ, ആൻഡ് ദ മെയിൻ റീസൺ ഫോർ ദിസ് is the fall in the number of organisms that prey on them. അതായത് അതന്നെയാണ് അത് പറയുന്നത്, അവരെ ഭക്ഷണമാക്കുന്നവരുടെ ആ ഒരു എമൗണ്ട് കുറഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ചില പെസ്റ്റുകൾ ഇന്ന് ഡേ ബൈ ഡേ ആയിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ് ക്യാൻ ബി കാൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. സോ എന്താണ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്? പെസ്റ്റിൻ്റെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറാണ് പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ്. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവരും അതിൽ ജീവിക്കുന്നവരും അതിൻ്റെ കീടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ നാച്ചുറൽ എനിമീസ് ഓഫ് ദി പെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് integrated pest management. The basic principle of integrated pest management is not the destruction of pest totally. അതായത് കീടങ്ങളെ മുഴുവനായിട്ട് ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യുക എന്നതല്ല IPMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Instead, it tries to prevent the multiplication of pests. അതിന് പകരം അവരെന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രിവെൻറ്റ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് മീൻസ് അത് പെരുകി വരുന്നത് തടയുകയും ആൻഡ് ടു ലിമിറ്റ് ദെയർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. ക്രോപ്പിൻ്റെ ലോസ് ഒന്നും ഒരു വിളനഷ്ടവും ഇല്ലാതെ ആ പെസ്റ്റിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് വരികയും എന്നതാണ് IPM ഓർ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, ദ എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എൻഷുവേഴ്സ് പെസ്റ്റ് കൺട്രോൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി എൻവിറോൺമെൻറ്റ്. അതായത് ഈ IPM ഒരു എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഏതൊരു വിധത്തിലും എന്ത് ചെയ്യുന്നില്ല, അഡ്വേഴ്സ്ലി അത് എഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ദിസ് ഈസ് ഡൺ ബൈ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് എൻകറേജിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എക്സെട്ര. ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ബൈ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിൻ്റെ യൂസിനാണ് എൻകറേജ് ചെയ്യപ്പെടുന്നത്? ബയോ പെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, അങ്ങനെ
അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇൻ്റഗ്രേറ്റഡ് പേസ്റ്റ് മാനേജ്മെൻറ്റ് ഓർ IPM എന്ന് പറയുന്നത്. ആൻഡ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ IPM യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനൊക്കെ കിട്ടുന്നത്? യെസ്, റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. നമ്മൾ IPM ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കുറക്കാൻ പറ്റും. അതുതന്നെയാണ് ദ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്, ഫ്രണ്ട്ലി പെസ്റ്റ് എക്സെട്ര. ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള പെസ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ മേക്ക് ഇറ്റ് അൺഎക്കണോമിക്. ദ ഹൈ കോസ്റ്റ് ഓഫ് സീഡ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് മേക്ക് ദി ഫാമർ എ ഡിബറ്റർ. അതെന്താണ്? നമ്മുടെ ഫാമേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നെന്ന് പറഞ്ഞ് അതിൽ വരുന്നതാണ് സീഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ ഹൈ കോസ്റ്റ് കാരണം മേ ബി ഫാമേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫാമിങ്ങിൻ്റെ ആ ഒരു ഫീൽഡിൽ. The decline in the fertility of soil and the increase of pests compel peasants to use fertilizers and pesticides in greater quantities. അതായത് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് കീടങ്ങൾ നല്ല ഒരുപാട് ശക്തിയിൽ അത് പെരുകി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വരുന്നത്? നമുക്ക് അവിടെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഒക്കെ നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മണ്ണിൻ്റെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞു വന്നിട്ട് അവിടെ എന്താണ് പെസ്റ്റ് കീടങ്ങൾ നന്നായിട്ട് അതിജീവിക്കുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ബട്ട് through the excessive use of fertilizers and chemical pesticides provide profit for a short period. നമ്മളിങ്ങനെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ഷോർട്ട് പീരീഡിലേ ഉള്ളൂ നമുക്കിതൊരു ബെറ്റർ പ്രോഫിറ്റ് തരുന്നത്. ഇതിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രാജ്വലി ദ ലാൻഡ് ബിക്കം ബാരൻ, മൃതഭൂമിയായിട്ട്. നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ലാൻഡ് മേ ബിക്കം ബാരൻ, അത് മൃതഭൂമിയായിട്ട് മാറുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സോയിൽ ഫെർട്ടിലിറ്റി അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. It is in the circumstances that the concept of sustainable agriculture become relevant. So ഈ ഒരു മെത്തേഡിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓർ അതർവൈസ് കാൾഡ് സുസ്ഥിര കൃഷി നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഹിയർ ദ മെത്തേഡ് അഡോപ്റ്റഡ് ഈസ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ടു മേക്ക് വൺസ് ഡിക്കൈങ് മാറ്റർ എ മാനുവർ ഫോർ അനദർ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെയും യൂസൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യാണ്? യെസ്, ടു മേക്ക് വൺസ് ഡിക്കൈങ് മാറ്റർ എ മാനുവർ ഫോർ അനദർ. ദാറ്റ് മീൻസ് എന്താണ്? ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായിട്ട് മാറുന്ന രീതിയാണ് സുസ്ഥിര കൃഷി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വേസ്റ്റ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി കമ്പോസ്റ്റ് ചെയ്ത് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ്സ് ഉണ്ടാക്കി നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റും. അതുതന്നെയാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്യാതെ വൺസ് ഡിക്കയിങ് മാറ്റർ എ മാനുവർ ഫോർ അനദർ, ഒന്നിൻ്റെ വളം മറ്റൊന്നിന് ഉപകാരമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കൃഷിയാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഡൈവേഴ്സ് ക്രോപ്സ്, ഒരുപാട് വൈവിധ്യത്തിലുള്ള ക്രോപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് നോ വേസ്റ്റ് റിമൈൻസ്. ഇവിടെ ഒരു വേസ്റ്റും റിമൈൻ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഒന്നിൻ്റെ വേസ്റ്റാണ് നമ്മൾ വേറെ ഒന്നിന് ഇട്ട് കൊടുക്കുന്നത്, അതുവഴിയാണ് അത് അവിടെ എന്തായിട്ട് മാറുന്നത്? ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മാറുന്നത്. സോ നോ വേസ്റ്റ് റിമൈൻസ്, ഇവിടെ ഒരു വേസ്റ്റും നിൽക്കുന്നില്ല. ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദി കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്, മാർക്കറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈ ക്യാൻ ബി റെഡ്യൂസ്.
യൂസ്ഡ് ആണ്. നമ്മളിവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫുഡ് ക്രോപ്സിൻ്റെ കൾട്ടിവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ളവരുടെ ആ ഒരു വിലക്ക് നിൽക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൈസ് ആ വില കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആ ഒരു ചൂഷണം ഒന്നും നേരിടാതെ നമുക്ക് നമ്മളുടേതായിട്ട് തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്ക് നമ്മളുടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൾസോ ബിക്കം പോസിബിൾ ബൈ കൾട്ടിവേറ്റിംഗ് നാറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. നാറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് വിച്ച് മീൻസ് നാടൻ ഇനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇറ്റ്സ് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വഴി നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യാതെ ഒന്നിൻ്റെ ഒരു വരുന്ന വേസ്റ്റ് മറ്റൊന്നിന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു രീതിയിൽ വരെ നമുക്ക് നല്ല ഒരു ബെറ്റർ ഈൽഡ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ്, അതിൻ്റെ എന്തൊക്കെ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ആൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ട് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്താൽ എന്തൊക്കെ കൺസിക്വൻസസ് നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 4 പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് എഴുതുക. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നും പെസ്റ്റിൻ്റെ നാച്ചുറൽ എനിമീസ് എന്താണ് എന്നുള്ളതും എഴുതുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.